ശരി, പുറത്തു വരുന്ന ഒരു കാര്യം, മന്ത്രിമാർ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ADGPയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ്. ഇത്ര പ്രധാനപ്പെട്ട ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഫോൺ ഓഫ് ചെയ്ത് അവിടെ നിൽക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ സംശയകരമായ സാഹചര്യമല്ലേ? അങ്ങനെ പത്രമാധ്യമങ്ങളിൽ ഞാൻ വാർത്ത കണ്ടു. അങ്ങനെ മന്ത്രിമാർ വിളിച്ചപ്പോൾ പിന്നെ ഫോൺ എടുത്തില്ല എന്നോ സ്വിച്ച് ഓഫ് ആയി പോയി എന്നൊക്കെ ഉള്ള വാർത്ത ഞാൻ കേട്ടു. അത് സത്യമാണെങ്കിൽ വളരെ ഗുരുതരമായൊരു വിഷയമാണ്. സത്യമാണെങ്കിൽ അത് മന്ത്രിമാർക്ക് അറിയാലോ. ഇവിടെ ഉള്ള മന്ത്രിമാരാരും കാര്യങ്ങൾ ബന്ധപ്പെടാത്ത ആൾക്കാരല്ല. കാരണം കെ രാജൻ പിന്നെ അതുപോലെ തന്നെ ബിന്ദു ടീച്ചറൊക്കെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ട ആൾക്കാരാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ റവന്യൂ മന്ത്രി രാജൻ അന്ന് ഈ കാര്യങ്ങളെല്ലാം എല്ലാ പോലീസ് ഓഫീസർമാരെ അദ്ദേഹം ബന്ധപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി അദ്ദേഹം വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന കാര്യം മാധ്യമങ്ങളിൽ കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന ഈ മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് എന്ന് പലരും പറഞ്ഞതായിട്ടുണ്ട്. വലിയ ഗൂഢാലോചന തന്നെ അതിൽ സംശയിക്കേണ്ടതല്ലേ? ഇപ്പോൾ അവിടെ കമ്മീഷണറുടെ ആലോചനയിൽ കമ്മീഷണർ തീരുമാനിച്ച് നടപ്പാക്കിയ കാര്യമല്ല മുകളിൽ നിന്നുള്ള ഓർഡർ എന്ന് പോലീസുകാർ തന്നെ പലരായി പറഞ്ഞ പ്രതികരണങ്ങളടക്കം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അപ്രമാദിത്വം ഈ പൂരത്തിനുണ്ടായിരുന്നു. ആ അപ്രമാദിത്വത്തെ അവരെങ്ങനെ അവരുപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതായത് അവിടുത്തെ കമ്മീഷനടക്കമുള്ള ആൾക്കാരുടെ നിലപാടുകൾ, അവരെടുക്കുന്ന വളരെ എന്താ പറയുക ധിക്കാരപരമായ അവരുടെ ഇടപെടലുകളും ഒക്കെ എന്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ബോധപൂർവമായിരുന്നോ അങ്ങനെയൊക്കെ ചെയ്തത്? ഇത് കലങ്ങണമെങ്കിൽ കലങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് വല്ലതും ചെയ്തായിരുന്നോ? ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമല്ലേ? കാരണം ആ സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇടപെടൽ പല മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ട്, പല മേഖലകളിൽ നിന്നും. തീർച്ചയായും ADGP ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാൽ മാത്രം മതിയോ? അതിൽ പോലും തീരുമാനം വന്നിട്ടില്ല. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് കാത്തു നിൽക്കുകയാണ്. സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? അല്ല, ഞാൻ അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും എനിക്കിപ്പോൾ മറുപടി പറയാൻ, അഭിപ്രായം പറയാനും പറയുന്ന കാര്യങ്ങൾ അതൊക്കെ രാഷ്ട്രീയമായി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലാണ് എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനിപ്പോൾ പറ്റുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഞാനിപ്പോൾ അഭിപ്രായങ്ങളൊന്നും ഇപ്പോൾ രേഖപ്പെടുന്നില്ല. അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഗവൺമെൻറ് അതിനുള്ള പിന്നെ അവകാശവും ഒക്കെ ഗവൺമെൻറ് ഉണ്ട്. ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഒരു മുന്നണി സംവിധാനമാണ്. ആ മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്നൊരു ഗവൺമെൻറ് എന്നുള്ള എല്ലാ കാര്യങ്ങളും കൂടിയാലോചനകളുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ യുക്തമായ തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.